ാവുന്നു. ഞാൻ നിനക്കായി കാത്തിരിക്കും. പ്രകാശത്തിൻ്റെ സൃഷ്ടാവിനെ സ്തുതി. കർത്താവിൻ്റെ ഭൃത്യന്മാരെ സ്തുതിപാടുകയും നിങ്ങൾ കർത്താവിൻ്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യൻ്റെ ഉദയം മുതൽ അതിൻ്റെ അസ്തമനം വരെയും കർത്താവിൻ്റെ നാമം വലുതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലുന്നതനും തൻ്റെ മഹത്വം ആശങ്കയ്ക്ക് മീതെയാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയോനെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിനെ കുപ്പയെന്ന് ഉയർത്തുന്നു. അവൻ വീട്ടിൽ മറ്റയാളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാരാക്കുകയും ചെയ്യുന്നു. ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പിക്കുകയും ഉന്നതങ്ങളെ അവനെ സ്തുതിപ്പിക്കുകയും അവൻ്റെ വല്ലവത്വത്തിൽ അവനെ സ്തുതിപ്പിക്കും. കൊമ്പിൻ്റെ ശബ്ദത്തെ അവനെ സ്തുതിപ്പിക്കും. നാദമുള്ള കൈത്താളങ്ങൾ അവനെ സ്തുതിപ്പിക്കും. ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പിക്കും. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിക്കും. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിക്കും. എന്നാൽ അവൻ്റെ കൃപ നമ്മുടെ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം